സുഹൃത്തുക്കളെ, ഐറം റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു വില്ല പ്രോജക്റ്റ് ആഗ്രഹിക്കുന്നവരുണ്ട്. അതും ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്തായിട്ട്, പള്ളിക്കര പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മനോഹരമായിട്ടുള്ള എലിവേഷനാണ്, ചെറിയ ബഡ്ജറ്റിലുള്ള വില്ല പ്രോജക്റ്റ് ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒത്തിരി ആളുകൾ ചെറിയ ബഡ്ജറ്റിൽ വില്ല അന്വേഷിക്കുന്നവരുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ബോക്സി ടൈപ്പ് വീടാണ്. ഒരു ബോക്സി ടൈപ്പ് ഒരു വില്ല പ്രോജക്റ്റ് കൂടിയാണ്. നമുക്ക് ഇതിൽ 55 ലക്ഷം രൂപയുടെ വില്ലയുണ്ട്, 60 ലക്ഷം രൂപയുടെ വില്ലയുണ്ട്, 48 ലക്ഷം രൂപയുടെ വില്ലയുണ്ട്. അപ്പൊ ഏകദേശം ചെറിയ ഡിഫറൻസിൽ ആയിട്ടുള്ള വില്ല പ്രോജക്റ്റ് കൂടിയാണ്. ഏകദേശം ഒരു 7-8ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രോജക്റ്റ് കൂടിയാണ് ഇത് നമ്മുടെ പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. ഈ ഒരു എലിവേഷനിലാണ് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള വീടുള്ളത്. ഇത് 4 സെന്റ് സ്ഥലമാണ്. 4 സെന്റ് സ്ഥലത്ത് 1550ഓളം സ്ക്വയർ ഫീറ്റില് 1150ഓളം സ്ക്വയർ ഫീറ്റില് 1150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് കൂടിയാണ്. ഇതിൽ നമുക്ക് 4 സെന്റ് സ്ഥലമാണ്, 3 ബെഡ്റൂം ഉണ്ട്. അപ്പൊ ചെറിയ ചുറ്റിനും നടക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്താണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീട് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് ഒത്തിരി നമുക്ക് ചുറ്റിനും സ്പേസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് അടക്കാം. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 3 ബെഡ്റൂമിന്റെ വില്ല പ്രോജക്റ്റ് ആണ്. ഏകദേശം ഒരു 3-4 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. കിണർ സൗകര്യമുണ്ട്. അപ്പൊ വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല, ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നതാണ്. അത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരു 3-4 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. XUV ആയിട്ടുള്ള 2 വാഹനവും ഒരു ചെറിയ വാഹനവും പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഇതിലുണ്ട്, അവൈലബിൾ ആണ്. ഇനി കയറി വരുമ്പോൾ ചെറിയൊരു പാസേജ് പോലെ ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട്. മഹാഗണി, ആഞ്ഞിലി മുതലായവ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ലിവിംഗ് സ്പേസും അതുപോലെ തന്നെ ഡൈനിങ് സ്പേസും നമുക്ക് പാർട്ടീഷൻ ചെയ്യാതെ തന്നെ വളരെയധികം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ വരുന്നുണ്ട്. അത് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് തന്നെ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം ഒക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റെയർ കേസിന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഭാഗത്ത് TV യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു അത്യാവശ്യം ചെറിയ രീതിയിലാണ് അതിന്റെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കിച്ചൺ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കിച്ചണാണ് വരുന്നത്. അതില് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 പാളിയുള്ള വിൻഡോ വരുന്നുണ്ട്. അതുപോലെ നല്ല ഒരു L ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ അടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് പോലെ ഒരു ചെറിയ രീതിയിൽ ഒരു സ്റ്റോറേജ് പോലെ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിനുള്ള സൗകര്യമൊക്കെ നമുക്ക് പുറത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം കൂടിയാണ്. അതുപോലെ വാൾഡ്രോബും കാര്യങ്ങളെല്ലാം ഉണ്ട്, അറ്റാച്ച്ഡ് ആണ്. അപ്പൊ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകളും വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബാത്റൂം വരുന്ന ഒരു സ്ഥാനം. ഇനി നമുക്ക് മേളിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. അതുപോലെ നമുക്ക് ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് റെയില് മൊത്തം സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വലിയ ഒരു ഫ്രെയിം അവിടെ വരുന്നുണ്ട്. ചെറിയൊരു രീതിയിലാണ് ഈ ഒരു വീട് തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഒരു ബെഡ്റൂം എല്ലാം തന്നെ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം കൂടിയാണ്. ഇവിടെ ആയിട്ട് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം. ഇനി ഇവിടെ നിന്ന് മേളിലേക്ക് കയറാനുള്ള സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ബാൽക്കണിയിലാണ് നമ്മൾ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്.
ഇത് ബാൽക്കണിയാണ്. കണ്ട ഹാൻഡ് റെയില് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്, ടഫ്ലന്റ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ബ്രൗഷർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കേട്ടോ, യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ വെറും 55 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. 4 സെന്റ് സ്ഥലം 1150 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂമുള്ള വീട് വെറും 55 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് പുതിയ പുതിയ വീഡിയോയുമായി കാണാം. ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.